എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഷുഗറിനെ പിടിച്ചു കെട്ടാം? അതുപോലെ തന്നെ ഈ ഷുഗർ രോഗികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അരി ഭക്ഷണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സരസ്യ കെ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും ഈ ബ്ലഡ് ഷുഗർ ലെവൽ, അതായത് അവരെപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യമാണ് ഡയറ്ററി ഹാബിറ്റ്സ്. അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം അവർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരൊരു ദിവസം ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. ഒരിക്കലും എവിടെയും പട്ടിണി കിടക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചില കാര്യങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് വിചാരിച്ചിട്ട് പട്ടിണി കിടക്കുമ്പോഴും എന്തുണ്ടാവും, ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും വരുത്തരുത്. ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ച് കറക്റ്റായിട്ടൊരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. ഈ ബാലൻസ് ആയിട്ടുള്ള ഈ ഡയറ്റ് ഫോളോ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവും, ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഒറ്റയടിക്ക് ഷുഗർ ലെവൽ കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടാവും, ഡൈജഷൻ എന്തുണ്ടാവും, സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവും, വയറെന്താ ഒരു ഫുള്ളായ ഒരു ഫീല് കിട്ടും. അപ്പോൾ അവർ ഈ ഓവർ ഈറ്റിങ് അല്ലെങ്കിൽ ഓവറായിട്ട് അവർക്ക് പല ഡിസയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്തുണ്ടാവും, വയറൊരു ഫുള്ളായ ഫീലും കിട്ടും. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട കാര്യമാണ് അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അത് പെട്ടെന്ന് ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതായത് ഫുഡ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ള ഷുഗേഴ്സ് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്. അതിന് പകരം എന്തുണ്ടാവും, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് എന്തുണ്ടാവും, പെട്ടെന്ന് എന്തുണ്ടാവും, ഷുഗർ സ്പൈക്ക് ചെയ്യില്ല. അതിൻ്റെ ഡൈജഷനൊക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, സ്വീറ്റ് പൊട്ടറ്റോസ്, അതായത് ക്യുൻവ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മൂന്നാമത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കറിയാം ലീഫി വെജിറ്റബിൾസ്, കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ട്, സലാഡ്സ് കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നല്ല രീതിയിൽ തന്നെ സലാഡ്സ് കാര്യങ്ങൾ, ഈ ഗ്രീൻ കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അബ്സോർപ്ഷൻ ആണെങ്കിലും എലിമിനേഷൻ ആണെങ്കിലും അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും, ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി പ്രോട്ടീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ലീൻ കട്ട് ആയിട്ടുള്ള പ്രോട്ടീൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. അത് ചിക്കൻ ആണെങ്കിലും ഇനിയിപ്പം സോയാബീൻ, ടോഫു അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വെജിറ്റബിൾസ്, ഫൈബർ കണ്ടൻറ്റ് കൂടിയിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ ബ്രൊക്കോളി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം, ക്യാബേജ് ആഡ് ചെയ്യാം, ഇനി സ്പിനാച്ച് ആണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതും കഴിക്കാം. അപ്പോൾ ലീൻ പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴെന്തുണ്ടാവും, നമുക്ക് ഈ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാൻ സാധ്യതയില്ല. അതായത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കുക. അപ്പോൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എല്ലാവർക്കും പേടിയായിരിക്കും, അയ്യോ ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫാറ്റ്, അതായത് വെയിറ്റ് കൂടാൻ സാധ്യതയില്ല. അല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടും ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മളെ ബ്രെയിനാണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ടിനാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇതിൽ നിന്നെല്ലാം നമ്മളെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ചിയാ സീഡ്സ്, പല സീഡ്സ് ഇപ്പോൾ അവൈലബിളാണ്. ചിയാ സീഡ്സ് നമുക്ക് കഴിക്കാം, ഒലീവ് ഓയിൽ അതൊക്കെ കഴിക്കാം. അതുപോലെ ചിയാ സീഡ്സ് മാത്രമല്ല എന്തൊക്കെയുണ്ട്, നട്ട്സ് കാര്യങ്ങളൊക്കെ, അതായത് അണ്ടിപ്പരിപ്പുണ്ട്, ബദാം ഉണ്ട്, പംകിൻ സീഡ്സ് ഉണ്ട്, വാട്ടർമെലൺ സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചിയാ സീഡ്സ് ഒക്കെ നമുക്ക് തലേന്ന് സോക്ക് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും, നല്ല ഗുഡ് കൊളസ്ട്രോൾ കൂടാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വയറൊരു ഫുള്ളായ ഒരു ഫീൽ കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു.
പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓവർ ഈറ്റിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് ഓവറായിട്ട്, പ്രത്യേകിച്ച് ഈ കാർബോഹൈഡ്രേറ്റ്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും നോക്കണം. അതായത് ഒരു 1 കപ്പ്, അത് 1 കപ്പൊക്കെ കഴിക്കുന്നത് ഈ ഷുഗർ പേഷ്യൻസിനോ അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടേ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ, ഓക്കെ, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചൊരു കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ ഷുഗർ പേഷ്യൻസിന് അവരൊക്കെ ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ് തവിടോട് കൂടിയിട്ടുള്ള അരിയാണ് കഴിക്കേണ്ടത്. ഇനി ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ തന്നെ 1 അല്ലെങ്കിൽ 2 ചപ്പാത്തി അത്രയേ അവർ കഴിക്കാവൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ക്വാണ്ടിറ്റി മെഷർ ചെയ്ത്, എപ്പോൾ അവർ കറക്റ്റായിട്ടൊരു ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും, ഷുഗർ നല്ല അളവ് തന്നെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം. അതായത് നമ്മളെപ്പോഴും നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഇരിക്കണം. ഒരു ദിവസം അതായത് 10-12 ഗ്ലാസ്, അതിന് പകരം 2 അല്ലെങ്കിൽ 3 ലിറ്ററോളം വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. കാരണം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, വെള്ളം കുടിക്കാണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താ പറയണ്ടേ പല രോഗങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഷുഗർ കാര്യങ്ങളൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോഴും വെള്ളം നല്ല അളവ് തന്നെ നമ്മൾ കുടിക്കണം. രാവിലെ വെറും വയറ്റിൽ ഒറ്റ സ്ട്രെച്ചിലല്ല നമ്മൾ കുടിക്കേണ്ടത്, അത് ചെറിയ ചെറിയ ഒരളവിൽ, അതായത് കുറച്ചായിട്ട് നമ്മൾ ഒരു വെള്ളം നമ്മൾ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു അര അല്ലെങ്കിൽ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ രാവിലെ വെറും വയറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ച് നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം. അപ്പോൾ ത്രൂ ഔട്ട് നമ്മളെ ബോഡി എന്താണ് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ഭക്ഷണം നമ്മളെപ്പോഴും കുറച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നല്ല ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നല്ലതാണ്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഷുഗർ കുറക്കും, അല്ലെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളെ മുടിക്ക് നല്ലത്, ഇതൊക്കെ മേടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല അളവ് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു ഡയറ്റ്, ബാലൻസ് ആയിട്ടൊരു ഡയറ്റ് പോകുകയെന്ന് പറഞ്ഞാൽ എപ്പോഴും ബാലൻസ് ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം അമിതമായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാം. അതായത് നമ്മളിപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിൽ കൂടി, ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ, ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ, എന്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അളവിൽ തന്നെ വെജിറ്റബിൾസ് അതിലോട്ടേക്ക് കയറ്റുക. അതായത് കളർഫുൾ ആയിട്ടുള്ള, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാര്യം കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുക. അതായത് ബീട്രൂട്ട്, ക്യാരറ്റ്, എനിക്കിപ്പോൾ ക്യാപ്സിക്കം, ഇതൊക്കെ നല്ല അളവിൽ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിൽ, വൈറ്റമിൻസ് ആണെങ്കിൽ ഇതൊക്കെ നല്ല അളവിൽ തന്നെയുണ്ട്. നമുക്ക് പനീർ കഴിക്കാം, അതുപോലെ ടോഫു പോലത്തെ അല്ലെങ്കിൽ സോയാബീൻ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നല്ല രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ നമ്മളെ വൈറ്റമിൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ആണെങ്കിൽ ലോസ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഓവർ കുക്ക് നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ പോലത്തെ ഓയിൽ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ക്വാണ്ടിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടെയും നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവും ഓവറായിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിലും അതുപോലെ തന്നെ കുടിക്കുകയാണെങ്കിലും. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വ്യായാമം മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ വ്യായാമം ചെയ്യാതെ നമ്മൾ എന്ത് കൺട്രോൾ ചെയ്തിട്ടും അതുപോലത്തെ എന്ത് നമ്മൾ കഴിച്ചിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ വ്യായാമം മസ്റ്റായിട്ട്, കാരണം ആരാണെങ്കിലും ഒരു ദിവസം ഇത്ര മണിക്കൂർ, ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes നമ്മൾ മസ്റ്റായിട്ട് നമ്മളെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. ചില ആൾക്കാർക്ക് വാക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് സ്വിമ്മിങ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ജോഗിങ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് സൈക്ലിംഗ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒന്നിക്കിൽ നമുക്ക് രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. ചില ആൾക്കാർക്ക് 2 നേരം ചെയ്യുന്നവരുണ്ടാവും, അതും കുഴപ്പമില്ല. പക്ഷെ എന്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും വർക്കൗട്ട് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒരു ഡേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ BP പേഷ്യൻസിനാണെങ്കിലും ഷുഗർ പേഷ്യൻസിനാണെങ്കിലും PCOD പേഷ്യൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും
നമുക്ക് ഈ വർക്കൗട്ട്, നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ വെയിറ്റ് ഗെയിൻ പോലത്തെയൊക്കെ ഉണ്ടാകുന്നത് ഈ സ്ട്രെസ്സ് കൊണ്ടാണ്. കാരണം ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഉറക്കക്കുറവുണ്ടാവും. ഒരു ദിവസം നമ്മൾ 7-8 മണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടണം എന്ന് പറയില്ലേ. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമ്മളെ ഉണ്ടാവണം, ഫേസിലാണെങ്കിലെല്ലാം. അല്ലാണ്ട് ഒരു കാര്യമില്ല നമ്മൾ ഉറങ്ങിയിട്ട് വെറുതെ കിടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ മെറ്റബോളിക്, അതായത് എല്ലാ മെറ്റബോളിസം സ്ലോ ഡൗൺ ആകുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ചെയ്യരുത്. നമ്മൾ ആ ഉറങ്ങേണ്ട ഒരു ടൈമിലോട്ടേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. നമ്മളെ പല ഹോബീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് എന്തിനാണോ നമുക്ക് താല്പര്യം അതൊക്കെ കണ്ടെത്തിയിട്ട് അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക്, ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവർക്കൊക്കെ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് ഈ രാത്രി കാലം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിന് ഒരു വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ നമ്മൾ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഹെർബൽ ടീസും കാര്യങ്ങളൊക്കെ. അതൊക്കെ നല്ലതാണ്. ഇഞ്ചി ഇട്ടത്, അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം. അതിൽ കുറച്ച് ഫ്ലേവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറുവപ്പട്ട അല്ലെങ്കിൽ സിനാമിൻ പൗഡറൊക്കെ ആഡ് ചെയ്ത്, ജിഞ്ചറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫ്ലേവർ, ഹണിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫ്ലേവറിൽ നമുക്ക് കഴിക്കാം. ഈ ഹണി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഹണി കിട്ടുകയാണെങ്കിൽ അത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇനി അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ സൈഡർ വിനേഗർ, അത് നമുക്ക് കുടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അതായത് ഭക്ഷണത്തിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ഈക്വൽ പാർട്ട് വെള്ളവും, അതായത് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗറും അതുപോലെ തന്നെ ഡബിളായിട്ട് നമ്മൾ വെള്ളം എടുക്കുക. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മളെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്, അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഷുഗർ രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത അരിഭക്ഷണങ്ങൾ എന്തെല്ലാം? അരിഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വടയുണ്ടാവും, അതായത് ഇഡ്ഡലീൻ്റെ കൂടെ കിട്ടുന്ന വട. അപ്പോൾ അതൊക്കെ ഡീപ് ഫ്രൈയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. ഇനി ഇഡ്ഡലി, ദോശ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് തവിടോട് കൂടിയിട്ടുള്ള നമുക്കുള്ള അരി കാര്യങ്ങൾ, അതായത് മട്ടരി, കുത്തരി പോലത്തെ വെച്ചിട്ടുള്ള അരി അല്ലെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയ ദോശ, ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് മൾട്ടി ഗ്രെയിൻസ്, അതായത് ചെറുപയർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അരി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പുറത്തുനിന്ന് കിട്ടുന്ന പാക്ട്, അതായത് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പം പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഈ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ടെട്രാ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഈ ഷുഗറി ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ പൂരി, ഡീപ്പ് ഫ്രൈയിൽ ഉണ്ടാക്കിയ പൂരി അവരെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസിൽ കിട്ടുന്ന പല ഭക്ഷണങ്ങളുണ്ട്, അത് മൊത്തത്തിൽ അവർ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ ബ്രെഡ് ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ ശരി, അതൊക്കെ ടോട്ടലി അവർ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതായത് അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പൊഹ പോലത്തെ കഴിക്കുക. അതായത് അവിൽ നനച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. കാരണം അത് റിമൂവ് ചെയ്തിട്ടാണ് ഒരു ഡിഷാണ് പൊഹ പോലത്തെ ഭക്ഷണം. അപ്പോൾ അത് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത ഓയിലി, അതുപോലെ തന്നെ ഈ എക്സസ് ആയിട്ടുള്ള ഈ ഓയിൽ കാര്യങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് അതിന് പകരം പൊഹ കഴിക്കാം. പിന്നെ നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾസ് കാര്യങ്ങൾ കഴിക്കാം, ഓട്സ് കഴിക്കാം, അതുപോലെ തന്നെ മില്ലറ്റ്സ് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാം. മൾട്ടി ഗ്രെയിൻ അടങ്ങിയിട്ടുള്ള, അതായത് പല മൾട്ടിഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള ദോശ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടുതൽ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ
കാര്യങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ മട്ടേരി കുത്തരി പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ പുറത്തുനിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഫ്രൈഡ് പാക്കറ്റ്സിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. പിന്നെ എന്ത് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രോപ്പർ ഡയറ്റ് ആയിരിക്കണം, പ്രോപ്പർ ഫുഡ് ആയിരിക്കണം, പ്രോപ്പർ ടൈമിൽ നമ്മൾ കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിതിനെപ്പറ്റി തന്നെ കൂടുതൽ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡോക്ടർ സരസ്യ കെ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ.